പിന്നെ എന്ന് ശരിയാക്കണമെന്ന് രണ്ട് മൂന്ന് ദിവസമായത് എല്ലാം കൂടെ ഇടിഞ്ഞ് വീണിട്ട് ഞാൻ പോകാൻ സ്ഥലമില്ല. എല്ലാ അധികാരികളെയും പോയി കണ്ടിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. വരുന്നവരെല്ലാം പറയുന്ന ഫണ്ടില്ലെന്ന്. ഞാൻ കൂലി വില ചെയ്യുന്ന ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും ഫണ്ട്? എൻ്റെ വീട് സംരക്ഷിക്കേണ്ടത്. എൻ്റെ വീട്ടിൽ ഒരു സുഖമില്ലാത്ത കുട്ടികൾ ഉൾപ്പെടെ 4-6 പേര് താമസിക്കുന്ന വീടാണ്. നമ്മൾ പുറത്താണ് കിടക്കുന്നത്. ഇത് പേടിച്ച് അധികാരികൾ ആരും നോക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഇതേണൊക്കെ സംഭവിച്ചു. അധികാരികളൊന്ന് നോക്കി ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വർഷമായി ആരെയും കണ്ടില്ല ഇതുവരെ. അവർ വരുന്നവരെല്ലാം ഒരുപാട് അധികാരികൾ വരുന്നവരെല്ലാം ഫണ്ടില്ല എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ ഇതിനകത്ത് കിടക്കും? അവർ ചെയ്യേണ്ട ജോലിയാണ് ഞാൻ ചെയ്യിക്കുന്നത്. ഞാൻ കൂലിവേലക്കാരനാണ് ഞാൻ ചെയ്യിക്കുന്നത്. ഇപ്പോൾ MLA വിളിച്ച് ഇപ്പം 2 ദിവസം കഴിഞ്ഞ് MLA വിളിച്ച് പോലീസിനെ വിളിച്ച് MLA പറഞ്ഞ് രാത്രി ഒന്നും ചെയ്യാക്കത്തില്ല, നേരം വെളുക്കട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. പിന്നെ MLAയുടെ ഒരു വിവരവുമില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് അവർക്ക് ഫണ്ടില്ല. പറയുന്നവരെല്ലാം ഇത് തന്നെ. അധികാരികൾ മൊത്തം വരുന്ന് തിരിച്ചു പോകണം. ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ജീവന് ഇതിലെങ്ങനെ കിടക്കും? ഈ വീടിനകത്ത് ഈ സൈഡ് മൊത്തം ഇടിഞ്ഞു പോയി. അവർ ചെയ്യേണ്ട പണിയാണിത്. കഴിഞ്ഞ വർഷം സംഭവിച്ചു. അന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 12,000 രൂപ ചിലവാക്കി ഞാൻ ചെയ്തു. ഇപ്പം വീണ്ടും ആ ചെയ്തട അവിടെ നിൽപ്പുണ്ട്. ഇപ്പുറത്തോട്ട് വീണ്ടും ഇടിയുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം അവർ വന്ന് എഴുതിയെടുത്ത് പോയതാണ് ചെയ്യാമെന്നും പറഞ്ഞു. പിന്നെ ഒരു വർഷമായി അവരെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു അധികാരികളും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെന്തൊരു വേണം? ഞാൻ നിങ്ങളുടെ പേരെന്തോ? എൻ്റെ പേര് കുമാർ.